ഈ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. ഇതിന്റെ ഫ്രണ്ട് ക്യാബിൻ പൂർണ്ണമായും തകർന്നുപോയി. ഇത് തിരുനെൽവേലിയിൽ നിന്ന് റോഡ് പണിക്കുള്ള മെറ്റലുമായി ഇത് കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്ന ലോറിയായിരുന്നു. ഈ ലോറി എതിരെ വന്ന അയ്യപ്പന്മാരുടെ ബസ്സിനെ ഇടിക്കുകയായിരുന്നു. ഇടിച്ച് എന്റെ പിൻഭാഗത്ത് നിന്ന് കുറച്ച് ദൂരം അവിടെ നിന്നാണ് ഇടി സംഭവിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് ബസ്സിനെ നിരക്കി ഇറക്കിയാണ് ഈ വശത്തുള്ള കുഴിയിലേക്ക് ബസ്സിനെ മറിച്ചിട്ടത്. അതിനുശേഷം ഈ ലോറി ഈ സൈഡിലേക്ക് മാറുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും ലോറിയിൽ ഉണ്ടായിരുന്നത് ഡ്രൈവർ മാത്രമാണ്. ഈ അപകടമുണ്ടായ ഉടൻ തന്നെ ഡ്രൈവർ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അയാൾക്ക് കാര്യമായ പരിക്കില്ല. ഇതുവരെയും ആ ഡ്രൈവറെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോറിയിൽ മുഴുവനായും പാറക്കോറിൽ നിന്നുള്ള മെറ്റലാണ്, റോഡ് പണിക്കുള്ള മെറ്റലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഈ ആര്യങ്കാവ് ഭാഗത്ത് സ്ഥിരമായി ഇത്തരം ലോറികൾ അപകടമുണ്ടാക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന് പ്രധാന കാരണം ഈ ഇന്ധനം ലാഭിക്കാൻ വേണ്ടി കോട്ടവാസൽ മുതൽ താഴോട്ട് ഇറക്കമാണ്. ഏതാണ്ട് 3 കിലോമീറ്റർ ഇറക്കമാണ്. അവിടെ എത്തുമ്പോൾ ഈ ലോറികൾ ന്യൂട്രലാക്കിയാണ് വരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ എതിരെ വാഹനങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ കിട്ടില്ല. അങ്ങനെയാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നതെന്നാണ് ആര്യങ്കാവിലെ നാട്ടുകാർ പറയുന്നത്. ലോഡും വണ്ടി ന്യൂട്രൽ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇഞ്ചൻ ഓഫ് ചെയ്യുന്നില്ല, ന്യൂട്രൽ വരുന്നു. ഡീസൽ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. തമിഴ്നാട്ടിൽ നിന്ന് റെന്റിനെടുത്ത വണ്ടിയാണെന്ന് അറിയുന്നു. കാരണം ഇതിനകത്തെല്ലാം അമിതമായ ലോഡാണ്. ഒരു 10 ടണ്ണ് കയറ്റുന്ന വണ്ടി സ്ഥലത്ത് 30-40 ടണ്ണ് കയറ്റി ഡീസൽ ലാഭിക്കാൻ വേണ്ടി കോട്ടവാസൽ മുതൽ ആര്യങ്കാവിന്റെ വെഹിക്കിൾ ചെക്ക് പോസ്റ്റ് വരെ ന്യൂട്രലാണ് വണ്ടി പോകുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ കാരണം. ഇവിടെ നിത്യം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആര്യങ്കാവിൽ ഇതിന് 2 വർഷം മുമ്പ് ഒരു ഇതുപോലൊരു വണ്ടി പാറപ്പൊടി കയറ്റി വന്ന വണ്ടി ഒരു മനുഷ്യന്റെ ദേഹത്തൂടെ കയറി ഇറങ്ങി ചതഞ്ഞ് അരഞ്ഞു പോയതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഒരു വണ്ടി പോയി ഇടിച്ചു പോയി. അങ്ങനെ ആര്യങ്കാവിൽ ആഴ്ചയിൽ 2-3 അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപകടമുണ്ടായ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി താഴ്ചയിലുണ്ടായിരുന്ന വാഹനത്തിൽ നിന്ന് പരമാവധി അയ്യപ്പ ഭക്തരെയൊക്കെ മുകളിലേക്ക് എത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റവരെ ആദ്യം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസും ഓടിയെത്തി. ആംബുലൻസിന്റെ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ കാഷ്വാലിറ്റിയിലേക്ക് പോകാതെ കൂടുതൽ അയ്യപ്പ ഭക്തരെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്. ആര്യങ്കാവിൽ നിന്ന് സുജിത്തിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.